ഇപ്പോൾ ഗാസയിലെ ഒരു സമാധാന കരാർ എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. കാരണം എപ്പോൾ വേണോ അത് ലംഘിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ലംഘിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കാരണം ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ അടക്കം 40ഓളം പേരാണ് അവിടുത്തെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത്. അവിടെ ഇസ്രായേലിൻ്റെ 2 സൈനികർ നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ഒരു വലിയൊരു ആക്രമണത്തിലാണ് ഇത്രത്തോളം 40ഓളം പേർ കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ അവിടെ ഒരു യെല്ലോ ലൈനുണ്ട്. അതായത് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരുന്ന സ്ഥലത്ത് നിന്ന് അവർ കുറച്ച് പിന്നോട്ട് മാറിയിരുന്നു. ഈ ഗാസ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് അവർ കുറച്ച് പിന്നോട്ട് മാറിയിരുന്നു. ആ പിന്നോട്ട് മാറിയ ഇപ്പോൾ അവർ നിൽക്കുന്ന ലൈനാണ് യെല്ലോ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ യെല്ലോ ലൈനിലേക്ക് ആരും പ്രവേശിക്കരുത് എന്നുള്ള ഒരു നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ നമുക്കറിയാം, ഒരു പലയിടത്തും ഒരു വീടും നാടും എല്ലാം വിട്ട് പല മേഖലകളിൽ ഒളിച്ചും ഹ്യൂമാനിറ്റേറിയൻ മേഖലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ വെടിനിർത്തൽ വന്നതിന് ശേഷം അവർ സ്വന്തം വീട് തേടി വരുമ്പോൾ അവർക്ക് യെല്ലോ ലൈനൊന്നും ബാധകമായിരിക്കില്ല, അല്ലെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ യെല്ലോ ലൈൻ കടന്നു വന്നു എന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി പേർ അവിടെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ